ആദ്യമായിട്ട് ഷിഗല്ല കേസുകൾ ഇതുവരെയുള്ള അതിൽ ഒന്ന് ജില്ലയും ഈ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജാനുവരി മുതൽ ഈ മാസം വരെയുള്ള ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 9 കേസുകൾ ഈ മാസം റിപ്പോർട്ട് ചെയ്തു. ജാനുവരി മുതൽ ജൂൺ വരെ 16 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ മരണസംഖ്യയില്ല. കൊല്ലം ഈ മാസം 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജാനുവരി മുതൽ ജൂൺ വരെ 7 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ മരണമില്ല. ആലപ്പുഴ ഈ മാസം 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ ഞാൻ ടോട്ടൽ എന്ന് പറയുന്നത് ജാനുവരി ടു ജൂണാണ്. ആലപ്പുഴയിൽ ഈ മാസം 3 കേസ് റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 6 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മരണമില്ല. പത്തനംതിട്ടയിൽ ഈ മാസം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ടോട്ടലില്ല, മരണമില്ല. പത്തനംതിട്ടയിലെ മാത്രമാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്യാത്ത ജില്ല. കോട്ടയം ടോട്ടലായിട്ട് 1 ആണ് ആകെ റിപ്പോർട്ട് ചെയ്തത്. ഈ മാസം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇടുക്കി ഈ മാസം 1 കേസ് റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 3. എറണാകുളം ടോട്ടൽ 2 ഈ മാസം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തൃശൂർ ഈ മാസം 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 5 കേസുകളാണ്. മരണം 1. ഈ 5 മരണങ്ങളിൽ 1 തൃശൂരാണ്. പാലക്കാട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലപ്പുറം 9 കേസുകൾ ഈ മാസം റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 14 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2 മരണങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് 22 കേസുകൾ ഈ മാസം റിപ്പോർട്ട് ചെയ്തു. ടോട്ടൽ 74 മരണം 2. വയനാട് ഈ മാസം 16, അതാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കണ്ണൂർ 2 കേസുകൾ ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് മാത്രമേ ടോട്ടലുള്ളൂ. കാസർഗോഡ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ടോട്ടൽ ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70. ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146. മരണം 5. അതിൽ 1 മരണം മാർച്ചിലായിരുന്നു. പിന്നെ ഈ അടുത്ത, അതായത് ഇപ്പോ മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ഈ ജില്ലകളിലാണ് മരണം നടന്നിട്ടുള്ളത്. അതിൽ കോഴിക്കോടും മലപ്പുറവും 2 വീതവും. മലപ്പുറത്ത് 1 മരണം കഴിഞ്ഞ മാർച്ചിലായിരുന്നു. അതുകൂടെ കൂട്ടിയിട്ടാണ് 2 എന്ന് പറഞ്ഞ്. ഇപ്പോ കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. മിനിഞ്ഞാന്ന് അവലോകനം കോഴിക്കോട് നടത്തിയപ്പോൾ 2 കുട്ടികളുടെ നില ഗുരുതരമായിരുന്നു. 1 കുട്ടിയാണ് ഇന്നലെ മരണപ്പെട്ടത്. ഇതാണ് ഷിഗല്ലയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. ഇപ്പോൾ പേഷ്യന്റായി അവിടെ കിടക്കുന്ന പേഷ്യന്റിന് മാത്രമേ നെഗറ്റീവാണ്. അപ്പോൾ ഈ ടോട്ടലായിട്ട് നോക്കുമ്പോൾ പകർച്ചവ്യാധികളുടെ സംഖ്യ എത്താണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം കൂടുതലാണ്. അതിന്റെ ഒരു മുഖ്യ കാരണമായിട്ട് ഞങ്ങൾ അവലോകനം നടത്തിയപ്പോൾ മനസ്സിലായത്, ഈ ശുചീകരണ പ്രവർത്തനങ്ങളും മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാരണം കുറെ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, ലോക്കൽ ബോഡികൾ നിലവിൽ വരുന്നത് ഡിസംബറിലാണ്. ഏതാണ്ട് ഒരു 70-80% പുതിയ ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ഇവരെ ഒന്ന് പരിചയപ്പെട്ടു വരുമ്പോഴേക്കും മാർച്ച് 15-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പെരുമാറ്റച്ചട്ടം വന്നു. പിന്നെ എല്ലാവരും ഇലക്ഷൻ മൂഡിലായി. അതുകൊണ്ട് മുൻകാലങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ തടസ്സം നേരിട്ടിട്ടുണ്ട്. ആരുടെയും കുറ്റമല്ല. ഭരണസമിതികൾ പുതിയ ആൾക്കാർ വന്നു. പിന്നെ നിങ്ങൾക്കറിയാലോ, ജാനുവരി പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒരു അസംബ്ലി മോഡായി.
സ്വാഭാവികമാണ്. ഇതിലിപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതുകൊണ്ട് പകർച്ചവ്യാധികളുടെ എണ്ണം കൂടി. കാരണം ലോക്കൽ ബോഡിയാണ് ഇതിന്റെ അന്തരീക്ഷം ശുചീകരണത്തിൽ അവർക്കും പങ്കുണ്ട്, എല്ലാവർക്കും പങ്കുണ്ട്. എല്ലാവരും കൂടെ വിചാരിച്ചാലേ നടക്കും. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പിന്നെ മാത്രമല്ല പരിശോധനയും ഞങ്ങൾ കുറെ കൂടെ വിപുലമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ യാഥാർത്ഥ്യം മൂടി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. പകർച്ചപ്പനിയല്ലേ, യാഥാർത്ഥ്യം മൂടി വയ്ച്ചാൽ നമ്മളെയും ബാധിക്കും ഭാവിയിൽ. അപ്പം അതുകൊണ്ട് സത്യമായി തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ അതിന്റെ എന്തായാലും വിമർശനങ്ങളുണ്ടാവും. ഒന്നും ചെയ്താലും ഉണ്ടാവും, ചെയ്തില്ലെങ്കിലും ഉണ്ടാവും. അപ്പോൾ പ്രവർത്തികൾ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ ഇങ്ങനെ ഈ രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിനൊരു കൺട്രോൾ ചെയ്യണമല്ലോ. ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ മേഖലയിലൊക്കെയുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഒന്ന് രോഗം ഉള്ള സ്ഥിതി, അതിനെ പ്രതിരോധിക്കണം. രോഗം വരാതിരിക്കാനുള്ള മാർഗം അത് പരിശോധിക്കണം. പിന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങൾ അത് പരിശോധിക്കണം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് ഒരു വിപുലമായിട്ടുള്ള യോഗം ഇന്ന് എന്റെ ചേംബറിൽ കൂടി. അത് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഇന്നത്തെ യോഗ അല്പം നീണ്ടുപോയത്. അതാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ ഒരു ഹൈ പവർ കമ്മിറ്റി വേണം എന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിനുവേണ്ടി ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു കലണ്ടർ തയ്യാറാക്കുക. ഈ പകർച്ചപ്പനികൾ നിയന്ത്രിക്കാനുള്ള ഒരു കലണ്ടർ തയ്യാറാക്കുക. അപ്പം അതിന് ഓരോ സീസണിലും വരാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനുള്ള നടപടികൾ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിപയുടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക കാലഘട്ടം, അതായത് മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ നമുക്കതിന്റെ പ്രിക്കോഷൻ എടുക്കാം നേരത്തെ തന്നെ. അപ്പം അതിന്റെ ഒരു റീസൺ കണ്ടുപിടിച്ചിട്ടുള്ള ഇത്രത്തോളമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടുപിടിച്ചത് ഈ മാസങ്ങളിലാണ് ഇത് രോഗം പടരാനുള്ള സാധ്യത. അപ്പം അത് മുൻകൂട്ടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇതുപോലെയുള്ള ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത ഒരു കേസും പോസിറ്റീവ് പോലും നമുക്ക് ഒഴിവാക്കാനാണ് ഇനി ശ്രമിക്കേണ്ടത്. അപ്പൊ ഇതിനൊക്കെ കണക്കാക്കിക്കൊണ്ട് അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നോട്ടായിട്ട് പിന്നീട് എത്തിച്ചു തരാം. ഒരു ജാഗ്രത സംവിധാനം ശക്തിപ്പെടുത്തണം. അപ്പൊ അതിന് മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല, LSD വേണ്ടി വരും, അനിമൽ ഹസ്ബൻഡറി വേണ്ടി വരും. കാരണം മൃഗങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങളുണ്ട്. ഇപ്പോൾ എലിപ്പനി അങ്ങനെയുള്ള അപ്പോൾ എലിപ്പനി വരാതെ നോക്കണമെങ്കിൽ വെള്ളക്കെട്ട് ഒഴിവാക്കണം. അതിൽ ലോക്കൽ ബോഡിയുടെ സഹകരണം വേണം. ഇങ്ങനെയുള്ള അതുപോലെ തന്നെ മരുന്നിന്റെ ലഭ്യതയും സംഭരണവും. അതിപ്പോൾ എല്ലാം നിങ്ങൾക്കറിയാം, KMSCL വഴിയാണ് ഈ മരുന്നുകൾ സംഭരിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യമുള്ളത്, ഈ ആവശ്യത്തിനുള്ള മരുന്നുകൾ ഇപ്പം മരുന്ന് സ്റ്റോക്കുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്ത് സർക്കാരിനൊരു റിപ്പോർട്ട് നൽകാൻ ഒരു ഞാൻ പറഞ്ഞ ഹൈ പവർ കമ്മിറ്റി. ഇതിൽ അതിന്റെ ചെയർമാനായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കൺസൾട്ടന്റാണ് ഡോക്ടർ SS ലാൽ. അദ്ദേഹം ചെയർമാനും പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമില മേരി ജോസഫ്, അവരാണ് പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറി. അവര് കോഓർഡിനേറ്ററായി. ഡോക്ടർ ശ്രീജിത്ത് N. കുമാർ കൺവീനറായി. അംഗങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ സ്വകാര്യ മേഖലകളിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ. ഗവൺമെന്റ് ആരോഗ്യം നിയന്ത്രിക്കണമെങ്കിൽ എല്ലാ മേഖലയും വേണം. അത് സ്വകാര്യവൽക്കരണമായിട്ട് ആരും കാണണ്ട. ഇവർക്ക് റിപ്പോർട്ട് നൽകുന്ന ചുമതല മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇനിയിപ്പോൾ നാളെ അത് എഴുതാൻ നിൽക്കണ്ട. സ്വകാര്യ കാരണം ആശുപത്രികളെ എല്ലാ ആശുപത്രികളും ചികിത്സയുണ്ടല്ലോ. അതുകൊണ്ട് ആ മേഖലയെ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇപ്പോൾ IMA എന്ന് പറയുമ്പോൾ എല്ലാ ഡോക്ടർമാരും ഇല്ലേ, അപ്പൊ അവരുടെ കൂടെ നിർദ്ദേശം അനുസരിച്ചാണ്
എൻ്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആയുഷ് വകുപ്പിലെ ഡോക്ടർമാർ, അനിമൽ ഹസ്ബൻഡറി വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയിൽ നിന്നുള്ള വിദഗ്ധന്മാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ലോക്കൽ ബോഡിയുടെ സംവിധാനം കൂടെ ഇതിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാന തലത്തിൽ ആക്ഷൻ കമ്മിറ്റി വേണം, അതാണ് ഈ കമ്മിറ്റി. ഇനി ജില്ലാതലത്തിൽ ഔട്ട്ബ്രേക്ക് മോണിറ്ററിംഗ് യൂണിറ്റ്. ജില്ലകളിൽ വരുമ്പോൾ ചില രോഗങ്ങൾ ജില്ലകളിൽ മാത്രം. ഇപ്പോൾ ഷിഗല്ല എന്ന് പറഞ്ഞാൽ പാലക്കാടില്ല, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ, പത്തനംതിട്ട വന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള, അതേസമയത്ത് ആ ജില്ലകളിൽ ചിലപ്പോൾ ഡെങ്കിപ്പനി ഉണ്ടാവാം, മറ്റ് അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. അപ്പം അതാത് ജില്ലകളിൽ ഒരു ഔട്ട്ബ്രേക്കിംഗ് മോണിറ്ററിംഗ് യൂണിറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാതലത്തിൽ ആക്ഷൻ കമ്മിറ്റി, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതിലെ സംസ്ഥാനത്തിലെ റാപ്പിഡ് ടീമിനെ കൂടെ, RRT ടീമിനെ കൂടെ ഇതിൽ ഉൾക്കൊള്ളാവുന്നതാണ്. സംസ്ഥാനതല ഔട്ട്ബ്രേക്കിംഗ് മോണിറ്ററിംഗ് കമ്മിറ്റി കൂടെ രൂപീകരിച്ച്, അപ്പൊ ഇതിന്റെ ലക്ഷ്യമൊന്നും മറ്റൊന്നുമല്ല, പഞ്ചായത്ത് ലെവൽ വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുക.